അപ്പോൾ ഞാനും സൈക്കിളുകാരൻ തമ്മിലൊരു എഗ്രിമെൻ്റായി. ഇയാളുടെ ഈ സൈക്കിൾ ഈ ഐസും പെട്ടിയോടുകൂടെ ഉന്തി മൂളിക്കയറ്റി വിട്ടാൽ ഒരൈസ് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അതിനും പിടിച്ചു പറയായിരുന്നു. തരുന്നത് ഫുൾ ഐസൊന്നും അല്ല, പകുതി പൊട്ടിയതൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു സൈക്കിൾ ഉന്തി നടന്നവനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത്. അപ്പോൾ ഈ വചനം സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ നിഴലിന് പോലും വിലയുണ്ടായി. നിഴലിന് പോലും, ആ വ്യക്തിയെ മാത്രം, ആ വ്യക്തിയുടെ നിഴല് പോലും മാനിക്കപ്പെട്ടു. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത് ചില മനുഷ്യരിലൂടെയാണ്. അറിയോ, ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത് ചില മനുഷ്യരിലൂടെയാണ്. ഈ ആലയത്തിൽ ഇന്നുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ്. നിയോഗ പ്രാർത്ഥന തുടങ്ങിയ നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ സങ്കടത്തോടെ വന്നവരുണ്ട്, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരിക്കൽ കൂടി അവരെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ യുവതീ യുവാക്കളെയും ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, വിശുദ്ധ കുർബാനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ചോദിച്ചവർ, നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ. മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ആ വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ നിയോഗം സമർപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും, ആ ഓരോ ആവശ്യങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് ആത്മാവിനാൽ നയിക്കണമേ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശ്രയിപ്പാൻ വേറെ ഒരൊന്നുമില്ലല്ലോ കർത്താവേ. അങ്ങല്ലാതെ ആശ്രയിപ്പാൻ, അങ്ങല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയെയും അങ്ങയുടെ വചനത്തെയും സ്നേഹിക്കുന്നൊരു മനസ്സ് തന്നതിന് നന്ദി. അങ്ങയുടെ വചനം കേൾക്കുവാൻ ദാഹമുള്ളൊരു ഹൃദയം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ണുകളെ അടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അർത്ഥമറിയല്ല ഒരു പാടിയെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ.
കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ചു പാടിയേ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും അപ്പുറം എനിക്ക് വേണ്ടി ദൈവം കണ്ട ഒരു അനുഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി ആ വാക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഓരോ വേദനയ്ക്കപ്പുറത്തും എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, അല്ലെ ദൈവം കണ്ട ഒരു അനുഗ്രഹം അവിടെയുണ്ട്. ദൈവം നൽകുന്ന പുതിയ നന്മകൾ അനുഭവിക്കുന്ന ഒരു പകലാണിത്. വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പകലാണിത്. പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിന് വേണ്ടി ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മളിവിടെ ഓരോരുത്തരും വളരെ ദീർഘദൂരം യാത്ര ചെയ്തും ത്യാഗത്തോടെയും ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അധ്വാനിച്ചതും ഓടിയതും വ്യർത്ഥമാവുകയില്ല. നിനക്കൊരിക്കലും ഇത് നഷ്ടമായി പോയി എന്ന് തോന്നുകയില്ല. അത്രയും ശക്തമായ വിധത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. വചനം പറയുന്ന എന്നെയും അത് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഒത്തിരി ആളുകളുണ്ട്. ഇവിടെ മാത്രമല്ല, താഴെയും ചാപ്പലിലും. അവിടെ എല്ലാവർക്കും ശബ്ദം പോലും കേൾക്കത്തില്ല. അവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല. എങ്കിലും ദൈവവചനത്തിൻ്റെ മുമ്പിൽ അനേകർ പ്രതീക്ഷയോടെ ഇരിപ്പുണ്ട്, പ്രാർത്ഥനയോടെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെയുള്ള എല്ലാവരെയും മനസ്സിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജനത്തെ ഓർത്ത്, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഇവർ നൽകുന്ന സ്നേഹത്തെ ഓർത്ത്, ഇവർ നൽകുന്ന പ്രാർത്ഥനയെ ഓർത്ത്, ഇവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തെ ഓർത്ത് ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരുപാട് പേർക്കറിയാം. ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങൾ എനിക്ക് നൽകുന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. അത് കണക്കിലും അധികമാണ് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥന. ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും കഴിയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് അമ്മമാരുടെയും അപ്പച്ചന്മാരുടെയൊക്കെ നല്ല പ്രാർത്ഥന, മനസ്സുകൊണ്ടുള്ളൊരു പ്രാർത്ഥന എവിടെയൊക്കെയോ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്കും കിട്ടുന്ന ശക്തി നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല, ചില മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവരെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്നൊരു സംശയം. ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ ആലയം എനിക്ക് വേണ്ടി നിർമ്മിച്ചതാണോ എന്ന് എനിക്കൊരു തോന്നൽ. എല്ലാവരെക്കുറിച്ചുമല്ല, ചിലരെ നിങ്ങൾ മനസ്സിലോർക്കും, ഇവരെയൊക്കെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചവരാണോന്ന്. നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവരുണ്ട്. ദൈവം ചിലരെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഒരുപക്ഷെ ഈ ആലയം
എത്തിപ്പെടാൻ വളരെ ദൂരമുള്ള ബുദ്ധിമുട്ടുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആലയം എവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ആയിരിക്കും ദൈവം ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. ചില മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒത്തിരി അടിയിലായിപ്പോയേനെ, ഡിപ്രഷൻ വരെ ആയേനെ. ചിലപ്പോൾ നമ്മൾ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് പോലുമില്ല. അപ്പം നിങ്ങൾ ഓർക്കും, ചിലർ എന്നെക്കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേരെന്ന് പോലെയും കുറച്ച് പേര്, വളരെ ഒരു കൈയുടെ ഒരു വിരളയിൽ എണ്ണാവുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളില്ലായിരുന്നെങ്കിൽ. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഞാൻ തകർന്നു പോയേനെ, ആ പ്രതിസന്ധിയിൽ ഞാൻ ഇല്ലാതായി പോയേനെ. ഒരുപക്ഷെ ഈ ശുശ്രൂഷ, ഇന്ന് ഈ വചനം പറയുന്ന ഈ ദിവസവും ഈ മണിക്കൂറും ദൈവം നിനക്ക് വേണ്ടിയായിരിക്കും ഒരുക്കിയത്. ഒരു കടക്കാരൻ ആ കടയുടെ മുമ്പിലിരിക്കുന്ന മുട്ടായി ഭരണി, അതിൻ്റെ അടപ്പ് തുറന്നിട്ട് കുറേ സ്വീറ്റ്സ് മുട്ടായി എടുത്ത് കൈ പിടിച്ചിട്ട് ആ കൊച്ചിനോട് പറയുക, ഇത് നിനക്ക് തരാൻ ഞാൻ കയ്യിലെടുത്തതാണ്. ഒരു കൊച്ചിനോട് പറയുക, ഇത് കൊച്ചിന് തരാൻ വേണ്ടി കയ്യിലെടുത്തതാണ്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിനക്ക് തരാൻ ദൈവം ചില അനുഗ്രഹങ്ങളെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ദിവസമാണിത്. ഹല്ലേലൂയ. മനസ്സിലായോ? എനിക്ക് തരാൻ, നിനക്കു തരാൻ ദൈവം ചില അനുഗ്രഹങ്ങളെ ഒരു കടക്കാരൻ അയാളുടെ മുട്ടായി ഭരണിയിൽ നിന്ന് കുറേ സ്വീറ്റ്സ് എടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ 5 or 8 കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പോലെ, ഇത് നിനക്ക് തരാൻ, കൊച്ചിന് തരാൻ, കുഞ്ഞിന് തരാൻ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ വിശ്വാസത്തിൽ കാണുവാണ്, ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കാൻ, എൻ്റെ ഭാവിയെ അനുഗ്രഹമാക്കാൻ, എൻ്റെ പ്രതിസന്ധികളൊക്കെ മാറി എൻ്റെ ജീവിതം കുറെ കൂടി ഒന്ന് മനോഹരമാകാൻ ചില അനുഗ്രഹങ്ങളെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തെ, നിനക്ക് തരാൻ ചില നന്മകളെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് വിശ്വാസത്തിൽ കാണുവാണ്, വിശ്വാസത്തിൽ കാണുവാണ്. ഹല്ലേലൂയ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കും, പിന്നെയാണ് പരീക്ഷ. ജീവിതത്തിൽ നേരെ തിരിച്ചാണ്, ആദ്യം പരീക്ഷയാണ്, പിന്നെയാണ് അതിൻ്റെ ക്ലാസ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകമൊക്കെ പഠിച്ച് കഴിയുമ്പോഴാണ് ഓരോ പരീക്ഷ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ, മിഡ് ടേം പരീക്ഷ, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ. ജീവിതത്തിലോ പരീക്ഷ, ഓരോ പരീക്ഷ കഴിയുമ്പോഴുമാണ് നമ്മൾ ഓരോന്നും പഠിക്കാൻ തുടങ്ങുന്നത്. രണ്ടും രണ്ടാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ ഓരോ പരീക്ഷണത്തിലൂടെയും. ഒരു മനുഷ്യൻ, അയാൾ ചോദിച്ചു, ഈ കണ്ണിൽ കൂടെ ഒഴുകുന്ന കണ്ണുനീരിന് ഉപ്പുരസമാണല്ലോ, കടലിലെ വെള്ളത്തിലും ഉപ്പുരസമാണല്ലോ, രണ്ടിനും എങ്ങനെയാണാവോ ഒരേ രുചി വന്നത്? അതിൽ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ സങ്കടങ്ങളുള്ള ഒരു കടലുണ്ട്. വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ആ കടൽ നിറഞ്ഞൊഴുകും. അത് കണ്ണിൽ കൂടി ഒഴുകുമ്പം സങ്കടക്കടൽ, ആ സങ്കടക്കടലിൽ ഒഴുകുന്ന കണ്ണുനീരിനും ഉപ്പിൻ്റെ രുചിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തുണ്ടെന്നറിയാവോ? സങ്കടങ്ങളുടെ ഒരു കടല് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ണുനീരിനും കടൽ വെള്ളത്തിൻ്റെ രുചി ഉണ്ടായതെന്ന്. അങ്ങനെ അല്ലേലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ ചില നന്മകളെ ദൈവം കയ്യിലെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം ചില നന്മകൾ, പുറപ്പാട് 14:14 വചനമാണെന്നറിയാമോ? നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണും. കാണുമോ?
ഞാൻ എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തിൽ ദൈവം യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണും. എൻ്റെ വീട് തകർന്ന എൻ്റെ വീട് അതൊന്ന് ശരിയായി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ നിയോഗത്തിൽ ദൈവം യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണും. എൻ്റെ പല സ്വപ്നങ്ങളും ഇന്ന് പരാജയപ്പെട്ടു. ആഗ്രഹിച്ചതുപോലെ അല്ല എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട ഒരു വാഹനം പോലെ ചിലപ്പോൾ എനിക്ക് തോന്നും. ജീവിതം കൈവിട്ടു പോയതുപോലെ തോന്നും. എന്നാലും ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ തകർന്ന ജീവിതത്തിൽ, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണും. എനിക്കൊരു ജോലിയില്ല, ഒരു സ്ഥിരം ജോലിയില്ല, എനിക്കൊരു നല്ല വീടില്ല, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, കടബാധ്യതയാണ്. ആ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണും. ബൈബിൾ അങ്ങനെയാ പറയുന്നത്, നീ ശാന്തനായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന ഒരു അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ, ആ വചനത്തിൻ്റെ ശക്തി ഒരു അനുഗ്രഹമായി എൻ്റെ വയറിനകത്ത് അത് വെളിപ്പെടണമെന്ന്. എന്താവോ അങ്ങനെ പ്രാർത്ഥിച്ചത്? വയറിനകത്ത് ആ വ്യക്തി കണ്ടിന്യൂസായി വയറുവേദനയും പ്രശ്നങ്ങളുമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ച് അതിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്ത് വെച്ച് വയറിനകത്തൊരു മുഴയുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അതിന് അതിൻ്റെ ടെസ്റ്റ് നടത്തണം. വയറിനകത്തൊരു മുഴയുണ്ടെന്ന് കേട്ടപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിർത്തി ഈ ആലയത്തിൽ വന്ന് 2-3 ആഴ്ചകൾ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം എൻ്റെ വയറിനകത്ത് വെളിപ്പെടണമേ, എൻ്റെ വയറിനകത്തൊരു അനുഗ്രഹം, ഒരു സൗഖ്യം വെളിപ്പെടണം, ഒരു അത്ഭുതം വെളിപ്പെടണം. നിങ്ങളും പ്രാർത്ഥിക്കുക. മൈലുകൾക്കപ്പുറമുള്ള എൻ്റെ വീട്ടിനകത്ത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം വെളിപ്പെടണമേ. എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ ഒരു അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ അവിടെ സൈഡിൽ കൂടെ 4 സൈഡിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ അകത്ത് ഡ്രൈവിംഗ് സീറ്റിലെ സീറ്റൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ട് നല്ല സുഖമായി ഉറങ്ങുന്നുണ്ടാവും. ചില ആളുകൾ നിങ്ങളുടെ കൂടെ വന്നവർ അവരിവിടെ ഇല്ല, അവർ ചിലപ്പോൾ അപ്പുറത്തെ കടയിൽ ഇരിപ്പുണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടെ വന്നേച്ചങ്ങ് പോവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണ്ടേ. ആ കാറിലൊക്കെ ഇരിക്കുന്നവർ, ആ ടൗണിൽ ഇപ്പം പോയി ഇരിക്കുന്നവർ, ആ കടയുടെ മുമ്പിൽ പോയി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ. അവരൊന്നും ഇവിടെ വന്നേച്ച് ഇവിടെ ഒന്നും കയറിയില്ലല്ലോ. അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിനകത്ത് ആദ്യം ഒരു അത്ഭുതം വെളിപ്പെടാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞു. ചില അത്ഭുതങ്ങളെ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. വലിയ വിടുതലുകൾ ദൈവം ചെയ്യും. കാരണം നിനക്ക് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ചിലതുണ്ട്. അതെടുത്ത് പിടിച്ചോണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ അത് കാണുവാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്, ദൈവം നിന്നെ സഹായിക്കുന്നത്, ദൈവം നിന്നെ രക്ഷിക്കുന്നത്. ഞാനൊരു വചനം തുടക്കത്തിലൊന്ന് വായിക്കുവാണ്. അത് ദിനവൃത്താന്ത പുസ്തകമാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 11 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. 11-12 വാക്യങ്ങളൊന്ന് വായിക്കുവാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം. ഇത് വായിക്കാനൊരു കാരണമുണ്ട്. പ്രസംഗിക്കുവാൻ വേണ്ടിയല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വചനം എടുത്തു വായിക്കുന്നത്. വായിക്കുകയാണ്, വായിച്ചു കേൾക്കാം. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. കൃത്യമായി വ്യക്തമായി എഴുതിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റെയാണ്. ഒന്നും കൂടെ ഒന്ന് എണ്ണിക്കോ കയ്യേല്. കർത്താവേ, മഹത്വം 1, ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെയാ. ഏതൊക്കെ? ഒന്നും കൂടെ എണ്ണിക്കുക. മഹത്വം, ശക്തി, മഹിമ, വിജയം, ഔന്നത്യം. ഇതൊന്നും ആഗ്രഹിക്കാത്തവരായ ആരും തന്നെ ഇല്ല. ഒരു വിജയം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഒരു ഔന്നത്യമുള്ളൊരു ജീവിതം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഒരു നന്മ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ആരുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതെല്ലാം എവിടെയാ ഉള്ളത്?
ഇതെല്ലാം ദൈവത്തിലാണ് ഉള്ളത്. ആമേൻ. ഈ അനുഗ്രഹം എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ, ദൈവത്തിൽ നിന്നുള്ള മഹത്വവും ദൈവത്തിൽ നിന്നുള്ള ശക്തിയും ആമേൻ. ദൈവത്തിൽ നിന്നുള്ള മഹിമയും ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള വിജയവും ദൈവത്തിൽ നിന്നുള്ള ഔന്നത്യവും എനിക്കും എൻ്റെ കുടുംബത്തിന് തരണമേ. ഈ 5 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തരണമേ. ഈ 5ഉം എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ. ഈ 5ഉം എൻ്റെ തലമുറകളിൽ വെളിപ്പെടണമേ. ഈ വചനത്തിൽ പറഞ്ഞ 5ഉം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുന്ന കർത്താവേ, എന്തൊക്കെയാണ്? മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും. ഹല്ലേലൂയ. നിങ്ങളതൊന്ന് പറഞ്ഞേ, ഞങ്ങൾ പറയുമ്പോൾ ഒന്ന് ചേർന്ന് പറഞ്ഞേ. മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാണ്. ഹല്ലേലൂയ. 5 കാര്യങ്ങൾ. ഇനി അടുത്ത വാക്യം വായിക്കുവാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. ഇനി 12ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. ഒരു കാര്യം നോക്കിക്കേ, 2 കാര്യം ദൈവമാണ് നൽകുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. സമ്പത്തും ബഹുമാനവും. ഇത് രണ്ടും എല്ലാവരുടെയും ആഗ്രഹമാണ്. സമ്പത്തും ബഹുമാനവും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സന്ദേശം കൊടുത്തതുണ്ട്. ദൈവം തരുന്ന ധനം കൊണ്ട് നിന്റെ കൈ നിറയും. അത് ദൈവം തരുന്ന സമ്പത്താണ്. സമ്പത്തും ബഹുമാനവും. ചില ആളുകൾക്ക് ഒരുപാട് പേരുടെ ബഹുമാനം കിട്ടും. പള്ളിയിൽ ചെന്നാലും പഞ്ചായത്തിൽ ചെന്നാലും കല്യാണ വീട്ടിൽ ചെന്നാലും ചില ആളുകൾക്ക് ഒരു ബഹുമാനം കിട്ടും. അതൊരു അനുഗ്രഹമാണ്. 2 എവിടുന്ന വരുന്നേ? സമ്പത്തും ബഹുമാനവും ദൈവം നൽകുന്നതാണ്. ഹല്ലേലൂയ. ഇനി അടുത്തൊരു വാക്യം കൂടെ വായിക്കുവാണ്. താഴെ എഴുതിയിട്ടുണ്ട്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു, അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. അടുത്ത വാക്യമാണ്. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. ഒന്ന് പറഞ്ഞേ, ഉന്നതരാക്കുന്നത് ദൈവമാണ്. ആമേൻ. ഉന്നതരാക്കുന്നത് ദൈവമാണ്. നിന്നെ വളർത്തുന്നത് ദൈവമാണ്. മനുഷ്യൻ വളർത്തിയാലും ഇത്രയ്ക്കിത്രേ വളർത്തുള്ളൂ. പക്ഷെ ദൈവം വളർത്തുന്നവനാണ്, ഉയർത്തുന്നവനാണ്. എനിക്കിത് ഈ വചനം വായിക്കാൻ എന്നാ കാരണം എന്നറിയാമോ? ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായ 1-2 അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ കീറി മുറിച്ച് കടന്നു പോയതാണ്. വലിച്ചെറിഞ്ഞാലും ആ സങ്കടമൊന്നും അങ്ങ് പോകത്തില്ല. ചിലപ്പോൾ നമുക്കറിയാം ഈ സങ്കടം കൊണ്ട് പ്രയോജനമില്ല, ഇതൊക്കെ മറക്കണം, ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. എന്നാലും വലിച്ചെറിഞ്ഞാലും ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല, അവിടെ ഇരിക്കുകയാണ്. എന്നാ ചെയ്യും? പക്ഷെ അങ്ങനെയുള്ള സങ്കടങ്ങൾ അതിനപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളെ ഞാൻ കണ്ടു. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളെ ഞാൻ കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ആ വ്യക്തിയെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്, 1 രൂപയ്ക്ക് വേണ്ടി, ഒരേ 1 രൂപയ്ക്ക് വേണ്ടി അവൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്ന അവൻ പോലും മറന്നുപോയിട്ടുണ്ടാവും. ആ 1 രൂപയ്ക്ക് വേണ്ടി ഭിക്ഷക്കാരനെ പോലെ നടന്നത് ഞാൻ അവൻ്റെ പുറകിൽ, അവൻ്റെ മുമ്പിൽ 1 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടിയ ഓർമ്മയാണ് എനിക്കുണ്ടായത്. ആ ഓർമ്മയെ നിന്നോണ്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞത്. ശക്തന്മാരും ഉന്നതരുവാക്കുന്നത് ദൈവമാണ്. എന്തിനാണെന്നറിയോ 1 രൂപ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളിന് അന്ന് ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ 1 രൂപ പോലും കയ്യിലില്ലാതെയാണ് ആ തിരുനാളിനൊക്കെ പോയത്. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കൊക്കെ ചില ആഗ്രഹങ്ങളുണ്ട്. അന്ന് എനിക്കുണ്ടായ ഒരാഗ്രഹമാണ്, ഒരു ഐസ് മേടിക്കണം. അതായത് നമ്മുടെ ബൈക്കിലൂടെ സൈക്കിളിലൊക്കെ കെട്ടിവെച്ച് ഒരു പെട്ടിയിൽ കൊണ്ട് നടക്കുന്ന പല കളറിലുള്ള, അന്ന് അതിന് 75ഉം 1 രൂപയും ഉണ്ടായിരുന്നുള്ളൂ.
അത് മേടിക്കാൻ പൈസ ഈശയിലില്ല. അപ്പോൾ ഞാൻ ഈ ചോദിച്ചവന് നല്ല കാശുള്ള വീട്ടിലെയാണ്. ഞാൻ അവനോട് ചോദിച്ചു, 1 രൂപ തരുമോ? എൻ്റെ കയ്യിലില്ല. കുറേ സമയം അവൻ്റെ പിറകെ നടന്നിട്ടും ആ 1 രൂപ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നു, ആ 1 രൂപ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇന്ന് അനുഗ്രഹമുള്ള ഇത്രയും എന്നേക്കാൾ എത്രയോ ഉന്നതരായ ആളുകൾ ഈ വചനം ഇവിടെ കേൾക്കുന്നുണ്ട്. എന്നേക്കാളും നല്ല വീട്ടിൽ ജനിച്ചവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല അറിവുള്ളവരും അനേകരുടെ മുമ്പിൽ നല്ല സ്ഥാനമുള്ളവരും ഈ ശബ്ദം ഇവിടെ ഇരുന്ന് കേട്ടോണ്ട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ചിലർ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരാണ്. ഇങ്ങനെയൊന്നും തിക്കും തിരക്കിലും ഒക്കെ വന്ന് ഇരിക്കേണ്ടവർ പോലുമല്ല. വലിയ കാറുള്ളവരും വീടുള്ളവരും സൗകര്യമുള്ളവരുമാണ്. അവരുടെ മുമ്പിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വാക്കുറക്കെ പറയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ ശക്തരും ഉന്നതനുമാക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൽ നിന്നൊക്കെ വരുന്നത് ബഹുമാനവും സമ്പത്തും ദൈവത്തിൽ നിന്ന് നിനക്ക് വരും. ദൈവം തരുന്ന ധനം കൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം തരുന്ന അനുഗ്രഹമുള്ള സമ്പത്ത് കൊണ്ട് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരി, അത് സിനിമാ നടൻ മരിച്ചുപോയ രാജൻ ബി ദേവ് എന്ന് പറയുന്ന ആളുടെ വൈഫാണ് ഇവിടെ ഇരിക്കുന്നത്. രാജൻ ബി ദേവ് എന്ന് പറയുന്ന, എവിടെയാണ് വീട്? ചേർത്തല, എറണാകുളം ചേർത്തലയിൽ ആണ് വീട്. പ്രസിദ്ധനായ ഒരാളാണ്. അവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. നിന്നെ ശക്തനും ഉന്നതനുമാക്കുന്നത് ദൈവമാണ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, ചിലരൊക്കെ എന്നോട് പറഞ്ഞു, 1 രൂപ എടുക്കാനില്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിരുന്ന എന്നോട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുവാണ്, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണോ? തകർന്നു പോകേണ്ട സ്ഥാനത്ത് പല കുടുംബങ്ങളെയും തകരാതെ കാത്തത് ഈ പുസ്തകത്തിലെ ചില വചനങ്ങൾ എൻ്റെ ശബ്ദത്തിൽ ചിലർ കേട്ടത് കൊണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഞാൻ എടുക്കുവല്ല. ചിലർക്ക് വേണ്ടി ചിലർ തകരാതിരിക്കാൻ, ചില വ്യക്തികൾ നശിച്ചു പോകാതിരിക്കാൻ, ചില കുടുംബങ്ങൾ രക്ഷപ്പെടാൻ ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നെ സൃഷ്ടിച്ചത്. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടിയായിരിക്കും ദൈവം സൃഷ്ടിച്ചത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ശുശ്രൂഷ തുടങ്ങിയ പിന്നെ നമ്മുടെ പല സ്വാതന്ത്ര്യവും പോയി. ഇപ്പോൾ ആഘോഷങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ല, കല്യാണങ്ങൾക്ക് പോകാൻ പറ്റില്ല. എല്ലാ ദിവസവും ശുശ്രൂഷകളല്ലേ. പല സന്തോഷങ്ങളും മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർ പലരും പിണങ്ങും. അവൻ വലിയ ആളായിപ്പോയി, അവൻ വലിയ മറ്റവരായിപ്പോയി എന്നൊക്കെ പറയും. പുള്ളി വലിയ ആളായിപ്പോയി, പുള്ളി നമ്മുടെ വീട്ടിലൊന്നും വരത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ആ വാക്കിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു വാക്കിൽ, എന്നോട് ഒരാൾ പറഞ്ഞ വാക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മളെയൊക്കെ ദൈവം വേറെ ആർക്കൊക്കെയോ വേണ്ടി കൂടി സൃഷ്ടിച്ചതാണ്. എനിക്ക് കുറേ ശാപ്പാട് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, അതിനുവേണ്ടി മാത്രമല്ല, ആരുടെയൊക്കെയോ കണ്ണുനീരൊപ്പാൻ കൂടിയാണ് ഈ കൈ നമുക്ക് ദൈവം തന്നേക്കും. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ പിടിച്ചുയർത്താനാണ് ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നത്. എന്നെ സൃഷ്ടിച്ചത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടിയായിരിക്കും. എന്നെ ദൈവം സൃഷ്ടിച്ച് എനിക്കറിയത്തില്ല ആർക്ക് വേണ്ടിയാണ്. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയോ നമ്മൾ ആരൊക്കെയോ ആണ്. ഒരുപക്ഷെ അതിനകത്ത് ഒരാൾ ഞാനായിരിക്കും, ഒരുപക്ഷെ നിങ്ങളായിരിക്കും. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചേ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണോ? ഈ വചനം, ഈ പാട്ടൊക്കെ കേൾപ്പിച്ചത് എനിക്ക് വേണ്ടിയാണോ? ഇന്ന് എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. സമ്പത്തും
ബഹുമാനവും ദൈവം നിനക്ക് തരും. എന്നിട്ട് നിന്നെ ഉന്നതനാക്കും. അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, അങ്ങനെ ഒരു ദൈവത്തെ വിളിച്ച് ശബ്ദമുയർത്തി പ്രസംഗിക്കുന്നത്, ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ എങ്ങനെ ആരാധിക്കാതെ ഇരിക്കും, എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എനിക്കൊരിക്കലും ഇപ്പൊ ഒരു നല്ല പാട്ട് പാടാം, എനിക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതുപോലെ ആളുകളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് 4:25 ശുശ്രൂഷകൾ ആരംഭിച്ചത്. ചിലപ്പോൾ അത്ഭുതം തോന്നും, എളുപ്പമല്ല, അത്ര എളുപ്പമല്ല, നമുക്ക് ബുദ്ധിമുട്ടും തോന്നും, മനസ്സ് മടുക്കും, ശരീരം ക്ഷീണിക്കും, ഉറക്കക്ഷീണം വരും. ഇന്ന് വെളുപ്പിന് 4:25 തുടങ്ങിയതാ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കാൻ. ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുമായിരുന്നു, ആളുകളുടെ വേദന കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് നടന്നാണ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്, സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകാൻ അങ്ങോട്ട് നല്ല ഇറക്കമാണ്, സ്പീഡിൽ പോകാം, തിരിച്ചു കയറുന്നത് മുഴുവൻ കയറ്റമാണ്. അങ്ങനെയാണ് ആ ഭൂപ്രകൃതി ഉള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഈ ഐസ് വിൽക്കുന്ന ആളുകൾ സ്കൂളിൻ്റെ മുമ്പിൽ വരും. അപ്പോൾ ഈ ഐസ് വിൽക്കുന്ന ആൾ ഈ സൈക്കിളിനൊക്കെയാണ് വരുന്നത്. അത് ഇറക്കമായതുകൊണ്ട് പുള്ളി മിന്നൽ പോലെ ഇങ്ങ് പോരും. തിരിച്ചിത് ഉന്തി കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനും സൈക്കിളുകാരൻ തമ്മിലൊരു എഗ്രിമെൻ്റായി, ഇയാളുടെ ഈ സൈക്കിൾ ഈ ഐസും പെട്ടിയോടുകൂടെ ഉന്തി മൂളി കയറ്റി വിട്ടാൽ ഒരൈസ് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു, അതിനും പിടിച്ചു പറയായിരുന്നു. അതിന് 2-3 പേരുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തിങ്കളാഴ്ച പുള്ളിയാണ്, ചൊവ്വാഴ്ച വേറൊരു പുള്ളി ഉന്തും. തരുന്നത് ഫുൾ ഐസൊന്നും അല്ല, പകുതി പൊട്ടിയതൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു സൈക്കിൾ ഉന്തി നടന്നവനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത്. അപ്പൊ ഈ വചനം സത്യമാണ്. ശക്തന്മാരും ഉന്നതരുമാക്കുന്നത് ദൈവമാണ്. ഇങ്ങനെ പാട്ട് വരെയുണ്ട്, ഇതിനെക്കുറിച്ച് വലിയ പാട്ടൊക്കെ ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ, ജോണൊക്കെ നല്ല മനോഹരമായി ജോണിന്റെ ശബ്ദത്തിൽ അത് പാടും. അത് ഹൃദയത്തെ തുളച്ചു കയറുന്ന തീപ്പന്തം പോലെയാണ്. ശരിക്കും ജീവിതം കണ്ടിട്ട് ആരാണ്ട് എഴുതിയ പോലെ തോന്നും. നമ്മുടെ ആരുടെയൊക്കെയോ തകർന്നതും പരാജയപ്പെട്ടതുമായ, സകലരും പുച്ഛിച്ചും വിധിച്ചും പരിഹസിച്ചും ആർക്കും വേണ്ടാത്ത മൂലക്കല്ല് പോലെ തള്ളിക്കളഞ്ഞ നമ്മുടെ ജീവിതത്തെ ആരാണ്ടോ കണ്ടിട്ട് പാട്ടെഴുതിയ പോലെ തോന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ, ഒന്ന് പാടാൻ പോവാണ്, അറിയാമെങ്കിൽ ചേർന്ന് പാടാം. അടുത്ത വാക്ക്, നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. എല്ലാ ഹൃദയങ്ങളും ഇത് മനസ്സിലാക്കി എന്നെ പാടിന്നറിയ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. അതാ എഴുതിയിട്ടുള്ള, ബൈബിൾ എഴുതിയിട്ടുണ്ട്. സമ്പത്തും ബഹുമാനവും നൽകി നിന്നെ ശക്തനും ഉന്നതനുമാക്കുന്നത് ദൈവമാണ്. ഇത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളും പ്രാർത്ഥിച്ച ഈ പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് എൻ്റെ ജീവനെ നിറയ്ക്കണമേ, ദൈവത്തിൽ നിന്നുള്ള നന്മകൾ കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. ഇന്ന് ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലോ കടബാധ്യതയിലോ തകർന്ന് തരിപ്പണമായി ഒരു മൊട്ടത്തോട് പോലെ പൊട്ടിപ്പോയ ആളായിക്കൊള്ളട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെയും നിങ്ങളെയും ഉയർത്തി ഉന്നതനാക്കുന്ന, നിനക്ക് ബഹുമാനം കിട്ടത്തക്ക വിധം, നിന്നെ പലരും ബഹുമാനിക്കത്തക്ക വിധം ഉന്നതനാക്കുന്ന ഒരു ദൈവമുണ്ട്. ചേർന്ന് പാടി. നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കാതെ, നീ
ഗൃഹം, എൻ്റെ വീട്, ഗൃഹം ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, നീ എന്നെ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കാൻ, നീ എന്നെ ഓർക്കുവാ, എൻ ഗൃഹം എന്തുള്ളൂ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഒന്നുമില്ലായ്മെന്ന് പറഞ്ഞ്, ഒന്നുമില്ലായ്മയിൽ ശബ്ദമുയർത്തി നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. ഒന്നും കൂടെ ശബ്ദമുയർത്തി പോരാ, അല്പം കൂടെ ശബ്ദമുയർത്തി പറ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. നീ എന്നെ സ്നേഹിക്കാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ, എൻ ഗൃഹം എന്തുള്ളൂ. ഇതൊക്കെ പാടുമ്പോൾ കരങ്ങൾ താഴ്ത്തി, ഇതൊക്കെ പാടുമ്പോൾ ജീവിതമാണ് പാടുന്നത്, ജീവിതമാണ് പ്രസംഗിക്കുന്നത്. ബൈബിൾ പറഞ്ഞ ഓരോ വാക്കുകളും ഇന്നും യാഥാർത്ഥ്യമാണ്. ഇന്നും അത് എന്നിൽ മാത്രമല്ല, വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കും, വിശ്വസിക്കുന്നവരിൽ അത് യാഥാർത്ഥ്യമായി തീരും. ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ച്, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ചിലർ, ഒന്നുമില്ലായ്മയിൽ ഇരിക്കുന്നവർ. ഞാൻ തന്നെ എത്ര പേരെ കണ്ടു, അവർ പറഞ്ഞത് മുഴുവൻ ഒന്നുമില്ലായ്മയുടെ ചില അനുഭവങ്ങളാണ്. ദൈവം നിനക്ക് തരാൻ ദൈവം ചിലത് കയ്യിലെടുത്തിട്ടുണ്ട് കുഞ്ഞെ. നിനക്ക് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ചിലതുണ്ട്. ചിലത് ദൈവം എടുത്തു പിടിച്ചു നിനക്ക് തരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയം. എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവേ, ഇന്ന് ഞാൻ ഈ പാടിയതുപോലെ ഒന്നുമില്ലായ്മയെ കൂടിയാ കടന്നു പോകുന്നേ. ആർക്കും വേണ്ടാത്ത മൂലക്കല്ലായിട്ടൊക്കെ എനിക്കങ്ങ് തോന്നും ചിലപ്പം. കഴിവുള്ളവരല്ല കുഞ്ഞെ വിജയിച്ചത്, ദൈവകൃപയുള്ളവരാ. അത് ലോകത്തെ കാലത്തെ പഠിച്ചാൽ മനസ്സിലാകും. വലിയ പുള്ളികളൊന്നും എവിടെ എത്തിയിട്ടില്ല പലരും. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ എവിടെയൊക്കെയോ മറന്നുപോയി. എന്നാൽ ഒന്നുമില്ലായ്മയെന്ന് ദൈവത്തിൽ ആശ്രയിച്ച അനേകരെ ദൈവം ഉന്നതരാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് ഉന്നതരാക്കിയിട്ടുണ്ട്. പലരും ചോദിക്കും, നീയോ? നിന്റെ വീട് അതല്ലേ? നിന്റെ അപ്പനും അമ്മയും ഇവരൊക്കെ അല്ലേ? നിനക്കൊക്കെ എന്നെ യോഗ്യതയാ പ്രാർത്ഥിക്കാനുള്ളത്? നിനക്കൊക്കെ എന്നാ യോഗ്യതയാ പ്രസംഗിക്കാനുള്ളത്? അത് പറഞ്ഞത് വളരെ സത്യമാ. അവരുടെ കാഴ്ചപ്പാടിൽ ഒരു യോഗ്യതയില്ല. പക്ഷെ ദൈവം തന്ന യോഗ്യതയാണ് ഈ പ്രസംഗിക്കാനുള്ളത്. ദൈവം തന്ന കൃപയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും വിവിധ യുവാക്കളും എല്ലാ മാതാപിതാക്കളും കേട്ട്, ഒന്നുമില്ലാതായി പോയാലും വിഷമിക്കേണ്ട. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന കരങ്ങളെ ഉയർത്തി എല്ലാവരും അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത് ചില മനുഷ്യരിലൂടെയാണ്. അറിയോ? ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത് ചില മനുഷ്യരിലൂടെയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരാളായിരിക്കും. നിങ്ങളുടെ നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് നിങ്ങളുടെ മൂത്ത മകനായിരിക്കും, രണ്ടാമത്തെ മകനായിരിക്കും, മൂന്നാമത്തെ മകളായിരിക്കും. ആരാന്ന് പറയാൻ അറിയില്ല. ചില മനുഷ്യരിലൂടെ, ചില മക്കളിലൂടെ, നിങ്ങളുടെ വീട്ടിൽ ജനിച്ച് വളരുന്ന ചില മക്കളിലൂടെ നിന്റെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കും. ചില ഇന്നൊന്നും ഇല്ലേലും നല്ല പഠിക്കുന്ന പിള്ളേരില്ലേ,
നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. ആമേൻ. ഒന്നുമില്ല, വീടൊന്നുമില്ല, ചോർന്നൊലിക്കുന്ന വീടേ ഉള്ളൂ. പക്ഷെ നല്ല ദൈവവിശ്വാസിയായ ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലില്ലേ? ഇന്നത്തെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ആമേൻ. ആ മകനോ മകളോ. ഹല്ലേലൂയ. അതെപ്പോഴും ഓർത്തോ, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി 5 വർഷം കഴിഞ്ഞായിരിക്കും വെളിപ്പെടുന്നത്. അന്ന് ഞാനോ നിങ്ങളോ ആരാ ഇവിടെ ഉള്ളതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം ചില സ്ഥലത്ത് ഒരുക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ കാണില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു നല്ല വീട് നമ്മൾ കാണുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ആ വീട് ചിലപ്പോൾ നമുക്ക് വേണ്ടി വേറൊരാളെ കൊണ്ട് പണിയിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുണ്ട്. നമുക്ക് വീടില്ല, നമുക്ക് സംവിധാനങ്ങളൊന്നുമില്ല, ഒരു വീട് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വേറൊരാളൊരു വീട് പണിയുന്നുണ്ട്. വേറൊരാൾ അയാൾക്ക് വേണ്ടി പണിയുന്ന വീടാണ്. 5 വർഷം കഴിഞ്ഞ് പൈസ കൊടുത്ത് നിങ്ങളായിരിക്കും അത് മേടിക്കുന്നത്. അപ്പം നിങ്ങൾ പറയും, ഓ, നമ്മൾ മനസ്സിൽ കണ്ടേ പോലത്തെ തന്നെ വീടാണല്ലോ ഇത്. നിങ്ങൾ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പുറത്തൊരു വീട് വേറൊരാളെ കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി പണിയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലർ വീട് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച വീടാകട്ടോ ഇത്, ഇങ്ങനെ ഒരു മുറി, ഇങ്ങനെ ഒരു സൗകര്യം. ഞങ്ങൾ വിചാരിച്ചത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മക്കളിൽ ചിലർ കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പല രാജ്യത്തുമുണ്ട്. കുറച്ച് വർഷം മുമ്പ് ചിന്തിച്ച് നോക്കിക്കേ, എൻ്റെ പിള്ളേരൊക്കെ കടലും കരയും കിടന്ന് ആ രാജ്യത്തെത്തുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഒരിക്കലും വിചാരിച്ചില്ല ആ നാട്ടിൽ പോയി വീടും പറമ്പും മേടിക്കുമെന്ന്. നിങ്ങളുടെ മക്കളിൽ ആരൊക്കെ വേറെ രാജ്യത്ത് പോയി ആ രാജ്യത്തിൻ്റെ സിറ്റിസണായി, അവിടുത്തെ PR കിട്ടി, അവിടെ വീട് സ്ഥലവും മേടിച്ചു, വണ്ടി മേടിച്ചു, ലൈസൻസ് എടുത്തു, എന്തെല്ലാം കാര്യങ്ങൾ നേടി, എത്രയോ വർഷങ്ങൾ ചിന്തിച്ചു പോലുമില്ല. ദൈവം നിനക്ക് മറുപടി തരുന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാനൊന്നും വിഷമിച്ചിരിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ഒന്നും വേണ്ട. നാളെ എന്തിയെ പ്രാർത്ഥിച്ചിട്ട് എവിടെ മറുപടി? അടുത്ത മാസം പ്രാർത്ഥിച്ചിട്ട് വെറുതെ വണ്ടിക്കാശ് പോയി. ഇന്നും നാളത്തെ കാര്യത്തിന് വേണ്ടിയല്ല. ചിലപ്പോൾ നാളുകളിൽ നിന്റെ വീട്ടിലെ ചില മക്കളിലൂടെ പ്രാർത്ഥനയ്ക്കുള്ള നന്മ വെളിപ്പെട്ടു വരും. അനുഗ്രഹം അടയാളപ്പെടുത്തുന്ന വിധത്തിൽ അത് ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. ചിന്തിക്കാത്ത വിധത്തിൽ ദൈവം നിന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി എന്നെയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്ന ഒരു വചനം കൂടി വായിക്കുവാണ്. ആ വചനം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ഒരു വാക്യം ഒന്ന് വായിക്കട്ടെ. അതൊന്ന് വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ദൈവം നടക്കുന്ന ശബ്ദം കേട്ട ഒരു ഏദൻ തോട്ടം അത്. ഒന്നും കൂടെ പറയാം. ദൈവം ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം കേട്ട ഒരേദൻ തോട്ടം അത്. അതിൻ്റെ ഹെഡിങ് എന്നാന്നറിയാം, മനുഷ്യൻ്റെ പതനം. ഒരു വലിയ പ്രശ്നത്തിലിരിക്കുമ്പോഴാണ് ദൈവം അവരെ സന്ദർശിച്ചത്. പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവം ഇതുപോലെ സന്ദർശിക്കും. ഓ, ആ പ്രശ്നമൊക്കെ എങ്ങനെ പരിഹരിക്കും? ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഏദൻ തോട്ടമായി ഈ ആലയവും. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു ഏദൻ തോട്ടമായത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലമാണ്. ദൈവം നിന്നെ സന്ദർശിക്കുന്ന സമയമാണ്. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് കുറെ കൂടി തകർക്കാനല്ല. എല്ലാവരും കേട്ടെ, തകർന്നിരിക്കുന്ന ജീവിതമുള്ളവരുണ്ട്, പ്രതീക്ഷകൾ തകർന്നവരുണ്ട്. നിങ്ങളുടെ നിയോഗത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടും. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരും ഒരിക്കൽ കൂടി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി,
ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടതുപോലെ എൻ്റെ തകർന്ന കുടുംബ ജീവിതത്തിൻ്റെ മേൽ ദൈവ ശബ്ദം മുഴങ്ങണമേ. എൻ്റെ സ്വപ്നങ്ങൾ തകർന്ന് പ്രതീക്ഷകൾ മാനുഷികമായി ചിന്തിച്ചാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണിന്ന്. ഞാനിന്ന് ചിന്തിച്ച് അങ്ങ് അറ്റത്ത് വരെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് അങ്ങ് അറ്റത്ത് വരെ എത്തി. എൻ്റെ ജീവിതം തകർന്നതിനെ കുറിച്ച് എൻ്റെ ചിന്തകൾ അങ്ങ് അറ്റത്താണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ ദൈവം ഇന്ന് സന്ദർശിക്കുമെന്ന്. ദൈവത്തിന്റെ കാലൊച്ച, ദൈവം എൻ്റെ ജീവിതത്തിൽ വരുന്ന ശബ്ദം എൻ്റെ ഭവനത്തിൽ ഞാൻ കേൾക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കും, എൻ്റെ തലമുറയിൽ ഞാൻ കേൾക്കും. ആ കരങ്ങളെ ഉയർത്തി എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ എൻ്റെ ശബ്ദം കേൾപ്പിച്ചതിനാൽ, നിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ സമയമാണിത്. ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണിത്. ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്ന സമയമാണിത്. ഞങ്ങൾ വിശ്വസിച്ച് സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടെ പറയുമ്പോൾ ഒരു വാക്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിക്കുവാണ്. എന്നാൽ നിന്റെ സ്നേഹിതരെന്ന് തുടങ്ങുന്നൊരു വാക്യം ഒന്ന് വായിക്കുവാണ്. ശ്രദ്ധിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിക്കുവാണ്. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ. ഒന്നും കൂടെ കേട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവം സ്നേഹിക്കുന്നവരും ഏതുപോലെയാകും? ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ. ഉദയസൂര്യന് അതിന് എന്നാ വലിയ ശക്തിയുണ്ടോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ബൈബിൾ പറയുവാണ്, എല്ലാവരും കേട്ടോ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ. ഉദയസൂര്യൻ വരുന്നത് ഉദയസൂര്യൻ ഉദിച്ചു, ഉദയസൂര്യൻ അല്ലേ, അതൊക്കെ കാണാനും കേൾക്കാനും ആളുകൾ ഒത്തുകൂടാറുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്നവരുണ്ട്. അത് ഭംഗിയുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ കേട്ടെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ, ഉദിച്ചു വരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സൂര്യനാ ഉദിച്ചു വന്നെന്നറിയാവോ? ഇന്നലെ വൈകുന്നേരം അസ്തമിച്ചു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് ഉദിച്ചു വന്നത്. അത് ചിന്തിക്കണ്ടേ? ഇന്നലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചങ്ങ് പോകുന്നത് കണ്ടതാ. അപ്പൊ ഇരുട്ടൊക്കെ കയറി ആകെ മൂടി അന്തരീക്ഷമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇന്ന് അതേ സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു. ജീവിതവും ഇങ്ങനൊക്കെ തന്നെയാ. ഇന്ന് നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അസ്തമിച്ച പോലെയാണ്. എന്നാ പ്രതീക്ഷിക്കാനുള്ളത്? മുഴുവൻ കൂരാക്കൂരു ഇരുട്ട്, ഒരു വെളിച്ചത്തിന്റെ അംശം പോലും ഇല്ല. അത്രയും ഇരുട്ടാ. പക്ഷെ വിശ്വസിച്ചോ, പ്രാർത്ഥിക്കുന്ന ഞാൻ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ ഒരു സമയത്ത് ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരുന്ന സമയം ഉണ്ടാകില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബൈബിൾ പറയുന്നു, ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യം പ്രതികൂലമാണേലും ദൈവം നിനക്കത് അനുകൂലമാക്കി തരുമെന്ന് വിശ്വസിക്കണം. ഇന്ന് ചിന്തിക്കുമ്പോൾ സാഹചര്യം, അവർക്ക് പറഞ്ഞ്, സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്. പക്ഷെ വിശ്വസിക്ക്, ഉദയസൂര്യനെ പോലെ അത് ഉദിച്ചു വരുമ്പം സാഹചര്യങ്ങൾ അനുകൂലമാകും. ഇന്നലെ ഇരുട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് വെളിച്ചമാ വന്ന് നിൽക്കുന്നത്. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്നത് വലിയ കാര്യമാണ്, നിസ്സാരമല്ല. അത് സൂര്യനെ കുറിച്ച് പറഞ്ഞതല്ല. നിങ്ങളുടെ ജീവിതത്തെ നോക്കി, തലമുറയെ നോക്കി, മക്കളെ നോക്കി ഒക്കെ ദൈവവചനം പറയുക. പ്രാർത്ഥിക്കുന്ന നീ കാരണം, ആരാധിക്കുന്ന നീ കാരണം നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഉദയ സൂര്യനെ പോലെ നീ ഉദിച്ചു വരുന്ന ഒരു നല്ല കാലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നീ പോലും അറിയാത്ത നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി ചില നന്മകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആരാ? ഒന്നും കൂടെ കേട്ടെ. എഴുതിയിരിക്കുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവം സ്നേഹിക്കുന്നവരും ഏതുപോലെ വരും? ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ. അത് വിശ്വസിക്കൂ. ഇങ്ങനെ എത്ര കുടുംബം ഉണ്ടെന്നറിയാവോ? ഇന്ന്
എത്രയെത്ര കുടുംബങ്ങളായിരുന്നു ഉദയസൂര്യനെ പോലെ ഉദിച്ചു. നിങ്ങൾ ചിന്തിച്ചേ, പണ്ട് വലിയ പുള്ളികളാന്നൊക്കെ പറഞ്ഞ് വലിയ ആൾ കളിച്ച് നടന്ന ആൾക്കാർ പലരും ഇന്ന് ജീവിക്കാൻ വഴിയില്ലാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ഇന്ന് നല്ല ഒരു കാലത്തിലല്ല. പലരും കോടിക്കണക്കിന് കടവും, പല പ്രതിസന്ധി അവർക്ക്. പക്ഷെ ഒന്നുമില്ലാത്ത ഒരുപാട് പേർ അവരുടെ മക്കൾ കാരണം കൊണ്ട് ഉദയസൂര്യനെ പോലെ ഉദിച്ചു വന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒരുപാട് പേർ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഒരുപാട് നിയോഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാവരും പോവുകയാണല്ലോ, എല്ലാവരും പുറത്തേക്ക് പോവുക. ഓരോ ആളുകളും പ്രാർത്ഥിക്കും, എൻ്റെ കൊച്ചിന് ജർമ്മനി പോകണം, കാനഡയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അമേരിക്കയിൽ പോകണം. നമുക്ക് തോന്നും എല്ലാ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഓരോ രാജ്യത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചിലർ പറയും, അത് എന്തിനാ എല്ലാവരും പോകുന്നത്, ഇവിടെ നിന്നാൽ പോരെന്ന്. എനിക്ക് ചിലപ്പോൾ തോന്നും എല്ലാവരും പോട്ടെ. പോകുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്. നിങ്ങളുടെ മക്കൾ കാരണം ഇതിലെ സാധാരണ പോലെ ജീവിച്ച നിങ്ങൾ ചിലപ്പോൾ നാളുകളിൽ മണിക്കൂറുകൾ ആകാശത്തുകൂടെ യാത്ര ചെയ്ത് നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ പോകാൻ സാഹചര്യം ഒരുങ്ങും. നിങ്ങളിപ്പോൾ ചിന്തിക്കില്ലേ, ഇതിലെ ഞാൻ ഈ കൂലിപ്പണി എടുത്ത് നടക്കുന്ന ആളാ, ഞാനൊക്കെ വിമാനത്തിൽ കയറാനോ, ഞാനൊക്കെ ഫ്ലൈറ്റിൽ കയറാനോ? എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾ നാളെ ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം മക്കൾ പറയുന്നു, മമ്മി പപ്പ ഒരു 6 മാസത്തേക്ക് ഇങ്ങോട്ട് വാ, പാസ്പോർട്ടൊക്കെ പോയി എടുക്ക്. സ്വപ്നത്തിൽ പോലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പോലും ചിലപ്പോൾ ഓർക്കും, ഇതൊക്കെ നടക്കുമോ? എവിടെ നടക്കാൻ? നാളെ നിങ്ങളായിരിക്കും നല്ല സാരി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, വലിയ ബാഗൊക്കെ പിടിച്ച്, ചക്രമുള്ള ബാഗൊക്കെ പിടിച്ച്, ഇതല്ലേ അങ്ങനെയല്ലേ ചക്രമുള്ള ബാഗ്, എന്നാ അതിന് പറയുന്നത്, ട്രോളി, അതൊക്കെ ഇങ്ങനെ വലിച്ച് ഉരുട്ടിക്കൊണ്ട് എയർപോർട്ടിൽ കൂടെ പോയി, ഒന്നും അറിയാൻ പാടില്ല, എന്നാലും മക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ കടലിൻ്റെ മുകളിൽ യാത്ര ചെയ്യും. ഇല്ലേ? ബൈബിൾ പറഞ്ഞ സത്യമാണ്. ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരിക്കും ഇതൊക്കെ നടക്കുമെന്ന്. ചിലർ പറയും, പിന്നെ എനിക്കങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലെന്ന്. അങ്ങനെ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ പലരും ഇന്ന് മക്കളുടെ കൂടെ ഓരോ രാജ്യങ്ങളിൽ പോയി വന്നു നോക്കിയിരിക്കുകയാണ്. ബൈബിൾ പറഞ്ഞ സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്നത് നിങ്ങൾ കാണും. അതെന്തെന്നറിയോ? അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നൊരു ഹൃദയം എനിക്ക് തരണമേ, നിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സിനെ. അത് തന്നെ വലിയൊരു പ്രാർത്ഥനയാ. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒന്നും നെഗറ്റീവായിട്ട് എടുക്കല്ല്. ഇതൊന്നും ഞാൻ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എവിടെ പോവാണ്? ഇവിടെ കണ്ണൂരോ കോഴിക്കോടോ വല്ലതും പോവാണ്, എറണാകുളത്തോ വല്ലതും പോവാണോ? അല്ല, അദ്ദേഹം പറയുക, ഞാൻ UK പോവാണ്. അത് ശരി, ഇതിലേക്കൂടെ കൂലിപ്പണി എടുത്തയാൾ UK പോവാന്ന് നമുക്ക് ചിരി വരും. ഇവിടെ പറയുന്ന സ്ഥലപ്പേര് പോലെയൊക്കെ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ സ്ഥലപ്പേരൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഇവിടെ വടുവഞ്ചാല്, കൽപ്പറ്റ, മേപ്പാടി എന്നൊക്കെ പറയുന്ന പോലെ പുള്ളി പറയുന്നത് മാഞ്ചസ്റ്റർ, എന്തൊക്കെയോ പേരാ പറയുന്നത്. ആ സ്ഥലമൊക്കെ പുള്ളിക്ക് ഇപ്പോൾ കാണാപ്പാടമാണ്. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പോകുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതെന്നെ അപ്പം ചോദിച്ചു, എന്നെ എങ്ങനെയാ പോകുന്നത്? ആരാ അവിടെ ഉള്ളത്? എൻ്റെ പിള്ളേരവിടാ, എൻ്റെ കൊച്ചവിടെയാണ്. എൻ്റെ മകൻ പറഞ്ഞു, വരാൻ പറഞ്ഞു, 6 മാസത്തേക്ക് പോവാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബൈബിൾ വചന സത്യമാണ്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ആയിരിക്കും. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ആകാശത്തിൽ കൂടെ നിന്നെ ഞാൻ യാത്ര ചെയ്യിപ്പിക്കും. ആകാശത്തൂടെ എങ്ങനെയാ? അത് ഫ്ലൈറ്റിലൊക്കെ ആകാശത്തുകൂടെ നീ സവാരി ചെയ്യും, ഇല്ലേ? അങ്ങനെ ഒരു വാക്കില്ലേ? ഉണ്ട്. ഞാനോ ഈ കുഴി കിടക്കുന്ന ഞാനോ, ഈ കൂലിപ്പണി കിടക്കുന്ന ഞാനോ? നിന്നെ കുറിച്ച് തന്നെയാ പറയും. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടി വളർന്നു വരുന്നുണ്ട് അവിടെ. അവരുഴപ്പി പോകാതിരിക്കാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അവർ തകർന്നു പോകാതിരിക്കാൻ, വഴിതെറ്റിപ്പോയി വല്ല കുഴി ചാടാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കുഞ്ഞിൽ നിന്റെ കുടുംബത്തിന്റെ ഭാവിയുണ്ട്. അവരിലൂടെ ആയിരിക്കും നാളുകളിൽ ഉദയസൂര്യനെ പോലെ നിന്റെ വീട് വരുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊന്നും കൂടെ പറയാം.
ഒരു സ്ഥലത്ത് വീട് വയ്ക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതാരുടെയായി വീട്? ഇത് വലിയ വീടാണല്ലോ, ഇതിൽ മതിലൊക്കെ കെട്ടി, ഇത് വമ്പം പരിപാടിയാണല്ലോ. അപ്പോഴാ അറിയാവുന്ന ഒരാൾ പറയാ, പിള്ളേരൊക്കെ പുറത്താ, പിള്ളേരൊക്കെ പുറം രാജ്യത്താ, ഇപ്പോൾ വലിയ വീടൊക്കെ വെക്കുവാണ്, ഇപ്പോൾ റോഡറമ്പിൽ വലിയ വീട്. ബൈബിൾ പറഞ്ഞ സത്യമല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്ന നീ ഉദയസൂര്യനെ പോലെ വീട് വച്ചും വാഹനം മേടിച്ചും അന്തസ്സും അഭിമാനത്തോടെയും ജീവിക്കുമ്പോൾ വഴിയെ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നവനും ബസ്സിൽ യാത്ര ചെയ്യുന്നവനും ചോദിക്കും, ഇതാരുടെയാ ഈ വീട്? ഇതാരാ ഈ വീട് പണിയുന്നത്? ഇതാരാ ഈ വണ്ടി മേടിച്ചത്? പലരും നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, പലരും അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നേ. അപ്പോൾ ഈ വചനം ഓർമ്മ വരണം. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്നൊരു കാലമുണ്ട്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഉറക്കുകയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഏതുപോലെയാണ്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് കൊടുക്കണമേ. ഞങ്ങളുടെ മക്കൾ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാകരുത്. ദൈവത്തെ സ്നേഹിക്കും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദൈവവചനം കേൾക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം കേൾക്കാൻ തുടങ്ങണം. ഒരു നല്ല ചുറ്റുപാടൊക്കെ ഉള്ള സാമ്പത്തികമൊക്കെ ഉള്ള ഒരു അപ്പനും അമ്മയും പറയുവാണ്, അച്ചോ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല, എല്ലാ ദിവസവും ഈ കൊച്ചു രാവിലെ എൻ്റെ കൊച്ചു ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കാറുണ്ട് സിസ്റ്റർ, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല അച്ചോ. അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും നാളുകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ജൂലൈ മാസത്തിൽ വെളിപ്പെടുമെന്നൊന്നും ഞാൻ പ്രസംഗിക്കത്തില്ല. പക്ഷേ വരും വർഷങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ചിലർ, നിങ്ങളുടെ മകനോ മകളോ ഒക്കെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച ഒരാളോട് പറഞ്ഞു, മനുഷ്യർക്ക് ചിറക് മുളയ്ക്കാറില്ല, പക്ഷികൾക്കും ഒക്കെയാ ചിറകുള്ളത്, മനുഷ്യന് കയ്യാ ചിറകില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ചില മനുഷ്യരുടെ കൈ ഇരിക്കുന്ന സ്ഥാനത്ത് ചിറക് ഞാൻ കണ്ടിട്ടുണ്ട്. ചിറക്, മനുഷ്യന് ചിറകോ? അത് പറക്കാനുള്ളതല്ല, അവനെ ദൈവം വലിയൊരു സ്ഥാനത്തെത്തിക്കുന്നതിന്റെ അടയാളമായി കാണുന്ന ചിറകാണ്. ചിലരുടെ ജീവിതത്തോട് ചേർന്ന് പറന്നുയരാനുള്ള കൈയല്ല, ചിറകുണ്ട്. ചിറകുള്ള മനുഷ്യരുണ്ട്, ചിറകുള്ള കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൽ. കഴിവുള്ള കുഞ്ഞ്, അത് ചിറകാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പഠനം അത് ചിറകാണ്. അവർ അതിലാ പറക്കാൻ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റു നിന്ന് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് അടുത്ത ഭാഗം ഒന്ന് ചിന്തിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെയാ? അസ്തമയ സൂര്യനെ പോലെയല്ല, പറഞ്ഞേ, ഉദയസൂര്യനെ പോലെ. ഉദയസൂര്യനെ പോലെ. അപ്പൊ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ, എൻ്റെ വീടോ, എൻ്റെ ഈ സാഹചര്യമോ, എൻ്റെ ജീവിത പങ്കാളി ഇതല്ലേ, എൻ്റെ ഭാര്യ ഇതല്ലേ, എൻ്റെ മക്കൾ ഇതല്ലേ, ഞങ്ങൾ സാധാരണ കോളേജിലും സ്കൂളിലും ഒക്കെ അല്ലേ പോകുന്നത്. ദൈവത്തിന് ഒരു നിമിഷം മതി നിന്നെ അനുഗ്രഹിച്ചുയർത്താൻ. നീ പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവിടെ. ആ എല്ലാ കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും ഒക്കെ, ഒത്തിരി സ്വപ്നമുള്ള കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും ഉണ്ട്. എനിക്ക് ആ രാജ്യത്ത് പോകണം, എനിക്ക് ആ രാജ്യത്ത് പോയി പഠിക്കണമെന്നോ ആഗ്രഹം. നമുക്ക് ലോണൊന്നും കിട്ടില്ല, അങ്ങനൊന്നും ചിന്തിക്കണ്ട. ദൈവം നിന്നെ ഉദയസൂര്യനെ പോലെ ഉദിപ്പിക്കാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ പദ്ധതിയുണ്ടെന്നേ. അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ചെവി കേൾക്കില്ലായിരുന്നു. ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിന്, ഒരു ഭംഗിവാക്കായിട്ട് പ്രസംഗിക്കുകയല്ല. ഇന്നലെയൊക്കെ +1 +2 റിസൾട്ടൊക്കെ വന്നില്ലേ, നല്ല മാർക്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി അതൊക്കെ ഒരു ചിറകാണെന്ന് കൂട്ടിക്കോ കേട്ടോ. അതൊക്കെ കടല് കടന്ന് പറന്നു പോകാനുള്ള ചില ചിറക് ദൈവം തന്നിരിക്കുന്നതാ. ഉഴപ്പി അത് കൂട്ടുകൂടിയും ഉഴപ്പിയും ദൈവവിശ്വാസമില്ലാതെയും അത് കളഞ്ഞു കുളിക്കരുത്. അത് ദൈവം നിനക്ക് പറക്കാൻ തന്നിരിക്കുന്ന ചിറകാണ്. ഓരോ മാർക്കും പഠിക്കുന്ന ഓരോ വിഷയങ്ങൾ, ചിലർ മെഡിസിന് പഠിക്കുന്നു, നഴ്സിംഗിന് പഠിക്കുന്നു, വലിയ പഠിക്കും. അതൊക്കെ നിനക്കുള്ള ചിറകാണ്. അതൊക്കെ നീ ഉയർന്നു പറക്കാൻ ദൈവം നിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചിറകാണ്. കണ്ണുകളെ ഒന്ന് അടച്ച്, ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ, അതാ നിന്റെ സ്നേഹിതർ. ആരാ സ്നേഹിതർ? ഞാൻ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവരാ സ്നേഹിതർ. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവം സ്നേഹിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. അബ്രാഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, സ്നേഹിതനോടെന്ന പോലെ ദൈവം അബ്രാഹത്തോട് മോശയോടൊക്കെ സംസാരിച്ചുവെന്ന്. ദൈവത്തിന്റെ സ്നേഹിതരാണ്, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരാണ്. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും, ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും. പലരും നിങ്ങൾ ഉദിച്ചു വരുന്നത് കാണും, നിങ്ങൾ ഉയർന്നു വരുന്നത് കാണും. നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും നിങ്ങളുടെ തലമുറ. നിങ്ങളുടെ പ്രാർത്ഥന അതിനുത്തരമാ ചില മക്കൾ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചില മനുഷ്യരെ അവിടെ കൊണ്ടുവരും.
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എൻ്റെ ഈ മകനെ സൃഷ്ടിച്ചത്, എൻ്റെ ഈ മകളെ എനിക്ക് തന്നത് എൻ്റെ ഇന്നത്തെ എല്ലാ ദാരിദ്ര്യവും മാറാൻ വേണ്ടിയാണല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു സമ്പത്താകട്ടെ. ദൈവം തരുന്ന ഐശ്വര്യവും സമ്പത്തും നിനക്കുണ്ടാകട്ടെ. എല്ലാവരും ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടൊന്ന് പറയണം. എന്നാ പറയണമെന്നറിയാമോ? ദൈവം തരുന്ന സമ്പത്ത് കൊണ്ടും ദൈവം തരുന്ന ബഹുമാനം കൊണ്ടും ഉദയ സൂര്യനെ പോലെ ശോഭിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയില്ലേ, നിനക്കൊരു തലവരയില്ലെന്ന്. എന്തോ ആ വാക്ക് എങ്ങനെയാ വന്നതെന്നൊന്നും അറിയില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയാ എൻ്റെ തലയിലുള്ള വര. ചില ആളുകൾ ഉഴപ്പിയും കൂട്ടുകൂടിയും മദ്യം കഴിച്ചും ദൂർത്തടിച്ചും ദൈവം വരച്ച വരം മായ്ച്ചു കളഞ്ഞവരാ. തീരുമാനിച്ച് ദൈവം എനിക്ക് തന്ന ഒരു ഭാഗ്യവും ഒരു നന്മയും ഞാൻ മായ്ച്ചു കളയത്തില്ല. അതെനിക്ക് പറന്നുയരാൻ ദൈവം തന്ന ചിറകാണ്. അത് ദൈവം നിനക്ക് പറന്നുയരാൻ തന്ന ചിറകാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നാ പാടാൻ പോകുന്ന അറിയോ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. കുറച്ച് മുമ്പ് ഭയങ്കര മഴയായിരുന്നു, ഇപ്പം നല്ല മഴയൊക്കെ മാറി ആകാശം തെളിഞ്ഞു. അതൊന്ന് പാടാൻ പോവാണ്. കണ്ണുകളെ അടച്ച് ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ നിന്റെ സ്നേഹിതർ ഏതുപോലെയാ പറഞ്ഞ്? ഉദയസൂര്യൻ അല്ല, ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇന്ന് കേട്ട വചനങ്ങൾ ഏതൊക്കെയാ? നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടാകില്ല. ചിലതൊക്കെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ നിന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സെനിക്ക് തരണമേ, നിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഉദയ സൂര്യനെ പോലെ എനിക്ക് ഉദിച്ചു വരണം. ഈ തകർച്ചയിൽ നിന്ന്, ഈ പരാജയത്തിൽ നിന്ന്, ഈ നഷ്ടത്തിൽ നിന്ന്, ഈ നാണക്കേടിൽ നിന്ന്, ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന്, ഈ പാതാളക്കുഴിയിൽ നിന്ന് എനിക്ക് ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരാൻ എന്റെ പൊന്നു തമ്പുരാനെ ഒരാഗ്രഹമുണ്ട്. എനിക്ക് ഉദിച്ചു വരണം ആഗ്രഹമുണ്ട്. ശബ്ദമുയർത്തി ജീസസ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമം, ജീസസ്, ഹല്ലേലൂയ, ജീസസ്. കരങ്ങൾ കൂപ്പി പിടിച്ചോ, ചേർത്ത് വെച്ചോ, പാടിയേ. ഒരു മഴയും ഒരു കാറ്റും എല്ലാ അധരങ്ങളും ഒന്ന് പാടിയേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അർത്ഥമറിഞ്ഞ് എല്ലാവരും പാടിയേ. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ചേർന്ന് പാടി. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ശബ്ദമുയർത്തി ചേർന്ന് പാടി. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ അല്പം സാധ്യമെങ്കിൽ ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കുക. യുവതി യുവാക്കൾ ആഗ്രഹിക്കുക, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുക.
ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണമെന്ന് ആഗ്രഹിക്കും. എങ്ങനെയാലും ജീവിച്ചാൽ പോരാ, എങ്ങനെയാലും ജീവിച്ചാൽ പറ്റിയല്ല. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്നൊരു ജീവിതം ജീവിക്കണം. ആരുമാകട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാകട്ടെ, അസൂയയോടെ അല്ല പ്രാർത്ഥിക്കുന്നത്, സ്വാർത്ഥതയോടെ അല്ല പ്രാർത്ഥിക്കുന്നത്. ഉള്ളിൽ തട്ടി എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഉദയസൂര്യനെ പോലെ അവർ പഠനത്തിലും വിശ്വാസത്തിലും ഉദിച്ചു വരണം, ഉദിച്ചു വരണം. നമ്മൾ തിങ്കളാഴ്ച മുതൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒറ്റ പ്രാർത്ഥനയാണ്. 1 വയസ്സുള്ള കുഞ്ഞു മുതൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണം. ഇന്നത്തെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാഞ്ഞു പോകത്തക്ക വിധം, മാറിപ്പോകുന്ന വിധത്തിൽ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണമെന്ന് ആഗ്രഹിക്കുക. ഉദിച്ചു വരണം, നല്ലത് വരും, ഉദിച്ചു വരും. ബൈബിളല്ലേ പറഞ്ഞത്, ശക്തിയും ബഹുമാനവും ഔന്നത്യവും ദൈവമാ തരുന്നത്. നിന്നെ ഉന്നതനാക്കുന്നത് ദൈവമാണ്, ഉന്നതനാക്കുന്നത് ദൈവമാണ്. ഈ പ്രതിസന്ധിക്കപ്പുറം എനിക്കൊരു അനുഗ്രഹമുണ്ട്, ഈ വേദനയ്ക്കപ്പുറം എനിക്കൊരു അഭിഷേകമുണ്ട്. ഈ പ്രതിസന്ധിക്കപ്പുറമായി എന്റെ അനുഗ്രഹത്തെ ദൈവം ഒരുക്കുന്നത്. നീ കാണുന്നില്ലായിരിക്കാം, നിനക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹത്തെ ഒരുക്കുന്നുണ്ട്. നീ കാണുന്നില്ല, നീ അറിയുന്നുമില്ല. അതാ ബൈബിൾ പറഞ്ഞത്, നിനക്ക് വേണ്ടി ദൈവം കണ്ടത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയം ആസ്വദിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് കണ്ണുകളെ അടച്ചൊരിക്കൽ കൂടി പറഞ്ഞ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, മഴയും തോരാതിരുന്നിട്ടില്ല. പറഞ്ഞ്, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. എല്ലാ ശബ്ദമുയർത്തി പറഞ്ഞ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു പ്രശ്നവും മാറാതിരുന്നില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇത് വിശ്വസിക്കുക. ഇത് വിശ്വസിച്ചിട്ടാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നേ. ഒന്നുമില്ല, വെറും ഐസ് വണ്ടി, വെറും സൈക്കിൾ ഉന്തി നടന്ന എനിക്ക് നിങ്ങളെപ്പോലെയുള്ള അനുഗ്രഹമുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ലേ? ഒന്നുമല്ലേലും ഇത്രയും ദിവസമല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റിയില്ലേ? അപ്പൊ പാടിയത് സത്യമാണ്, അപ്പൊ പാടിയതും പ്രസംഗിച്ചതും കറക്റ്റാണ്. ഈ വചനം ഇന്ന് സത്യമാണ്. ഒരു മഴയും തോരാതിരിക്കില്ല, ഒരു കാറ്റും എന്നും ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരിക്കില്ല, അത് മാറും. നിങ്ങളോട് തന്നെ പറ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം. വിശ്വസിക്കുന്നു. ഈ പ്രതിസന്ധിക്കപ്പുറം എനിക്കൊരു നന്മയുണ്ട്. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. ഇനി ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയൊരു ഭാഗമുണ്ട്. എന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ. ആമേൻ. നിങ്ങളുടെ മക്കളിലൊക്കെ ഉദയസൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം. അതിനുവേണ്ടി ഒരു ദിവസം ആണ്ടിലൊരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരാ, ഇതൊരു നിയോഗം പോലെ പ്രാർത്ഥിക്കണം. അവിടെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇനി ഞാൻ പ്രാർത്ഥിച്ച സമയത്തൊരു പ്രാർത്ഥന പറഞ്ഞു, ദൈവമേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ, നിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നൊരു മനസ്സെനിക്ക് തരണമേ. പ്രാർത്ഥിക്കണം. ഞാനൊരു വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. യേശു ശിഷ്യന്മാരിൽ ഒരാളോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോന്ന് ഒരാളോട് ചോദിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം പറഞ്ഞു. അതേ പ്രാർത്ഥനയാണോ? ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്.
ഇതൊരു വലിയ കാര്യമാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത്. ഒന്ന് വായിച്ചേ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ, അതാ പ്രാതൽ കഴിഞ്ഞപ്പോൾ, യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു. ശിമയോൻ പത്രോസിനോട് ചോദിച്ചത്, നിനക്ക് ആ റംബൂട്ടാൻ നിൽക്കുന്ന 1 ഏക്കർ സ്ഥലം നിനക്ക് തരട്ടെ എന്നല്ല ചോദിച്ചത്. ആ മങ്കോസ്റ്റിനും ആ തെങ്ങുംതോട്ടവും കൂട്ടി ഒരു 2 ഏക്കർ നിനക്ക് അങ്ങോട്ട് പതിച്ച് തരട്ടെ എന്നല്ല ചോദിച്ചത്. പ്രാതൽ കഴിഞ്ഞപ്പോൾ ചോദിച്ചത്, ആ റംബൂട്ടാൻ നിൽക്കുന്ന സ്ഥലം നിൻ്റെ പേർക്ക് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കാലശേഷം നിനക്ക് എന്നെഴുതി വയ്ക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്നല്ല എഴുതിയിട്ടുള്ളത്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ സ്നേഹിക്കുന്നോ ചോദിച്ചത്. നമ്മൾ ചോദിക്കല്ലേ, നീ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കല്ലേ. സ്നേഹം അങ്ങനെ പിടിച്ചു മേടിക്കേണ്ടതൊന്നല്ല, അറിഞ്ഞു കിട്ടേണ്ടതാ. യേശു ചോദിക്കുക, ശിമയോനെ, ശിമയോൻ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അന്നേരെ അടുത്ത സെന്റൻസ് ആണ്. അവൻ പറഞ്ഞു, ഒരു കർത്താവേ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും കൊണ്ട് തീർന്നാ പോരെ? വീണ്ടും ചോദിച്ചു. 16-ാമത്തെ വാക്യം, രണ്ടാം പ്രാവശ്യവും ചോദിച്ച്. ഇതെന്തിനാ 1 പ്രാവശ്യം ചോദിച്ചാൽ പോരെ? വീണ്ടും എന്തിനാ? വേറെ ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, ശിമയോനെ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോഴും ശിമയോൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാൻ പാടില്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും ചോദിച്ചു. 17-ാമത്തെ വാക്യം വായിക്ക്. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ ടെൻഷനായി. ഇതെന്താവോ 1, 2, 3 പ്രാവശ്യം അടുപ്പിച്ച് ചോദിക്കുക? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇനി ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് 3 പ്രാവശ്യമാ ഡു യു ലവ് മീ? ശിമയോൻ, നീ സ്നേഹിക്കുന്നോ? 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ പുള്ളിക്ക് ടെൻഷനായി, ഭയങ്കര ദുഃഖമായി. എഴുതിയിട്ടുണ്ട്, 3-ാം പ്രാവശ്യവും ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചേ, നീ ഉപവാസം എടുത്തോ എന്നല്ല ചോദിച്ചേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചേ. സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആള് എന്തേരെ ദൈവം ആ വ്യക്തിയെ വളർത്തിയെന്നറിയാവോ? അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒന്ന് നോക്കിക്ക്, എവിടെയാന്ന്? ഈ ശിമയോൻ പത്രോസ് നടന്നു പോകുമ്പോൾ ആളുകളെ, രോഗികളെ റോഡ് സൈഡിൽ കൊണ്ടുപോയി കിടത്തും. എന്തിനാ? പുള്ളി ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, വസ്ത്രത്തിൻ്റെ നിഴല് കൊണ്ടാ മതി ആ കാലത്ത് സൗഖ്യമുണ്ടായി. ഒന്നും കൂടെ കേട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ നിഴലിന് പോലും വിലയുണ്ടായി. നിഴലിന് പോലും, ആ വ്യക്തിയെ മാത്രം, ആ വ്യക്തിയുടെ നിഴല് പോലും മാനിക്കപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ നിഴലടിച്ചാൽ മതി. ആളുകൾ കൊണ്ടുപോയി കിടത്തുമായിരുന്നു. പുള്ളി തൊടുവൊന്നും വേണ്ട, തൊട്ടുവോ പ്രാർത്ഥിക്കുവൊന്നും വേണ്ട. അദ്ദേഹം നടന്നിങ്ങനെ പോകുമ്പം ആ നിഴല് കൊള്ളാൻ വേണ്ടി, എവിടെ വായിച്ച് കിട്ടി? അവർ രോഗികളെ, ശ്രദ്ധിച്ചു കേട്ടോ, അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. രോഗികളെ വീട്ടിൽ നിന്ന് രോഗികളെ കൊണ്ട് റോഡ് സൈഡിൽ കൂടെ കിടത്തിയിരിക്കുക. എന്നത്തിനാ കിടത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. പത്രോസ് കടന്നു പോകുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ കടന്നു പോകുമ്പം അവന്റെ 3 പ്രാവശ്യം യേശു ചോദിച്ചു, പീറ്റർ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ നിഴല് കൊള്ളാൻ വേണ്ടി. നിഴല് വായിച്ചേ. പത്രോസ് കടന്നു പോകുമ്പോ അവന്റെ നിഴലെങ്കിലും, പുള്ളി തൊടുവൊന്നും വേണ്ട, തൊട്ട് പ്രാർത്ഥിക്കണ്ട, 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കണ്ട, നിഴല് തൊട്ട് പോയാൽ മതി. നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. നിഴല് കൊണ്ടുപോലും സൗഖ്യം. ഒരു കാര്യം പറയാൻ വേണ്ടിയാ, ദൈവത്തെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവന്റെ നിഴലിന് പോലും വില കൽപ്പിക്കുന്നവനെ ആരാധിക്കുന്നത്.
അതുകൊണ്ടാ ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനും ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുമെന്ന് പറഞ്ഞത്. പത്രോസ്ലീഹ ഉദയസൂര്യനെ പോലെ എല്ലാവരെക്കാളും മുമ്പിൽ ഉദിച്ചു വന്നു. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഒന്നാമൻ പത്രോസ്. രണ്ടാമൻ മൂന്നാമൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേരെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമനാക്കിയത് എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവനെ ഉദയസൂര്യനെ പോലെ ഉയർത്തി ഒന്നാമനാക്കുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുള്ള ഉദയസൂര്യൻ. ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരു മാസത്തിൻ്റെ കണക്ക് വെച്ചൊന്നുമല്ല, ഈ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ആ വചനങ്ങളെ കേൾപ്പിക്കുക. എന്നാന്നറിയാവോ? നിങ്ങളും ആ വചനം കേൾക്ക്. മാർക്ക് മാത്രം കൂടുതൽ കിട്ടാനല്ല, ഉദയസൂര്യനെ പോലെ നിങ്ങളുടെ വീടിന് വേണ്ടി ഉദിച്ചു വരണം. അവനെ പോലീസ് പിടിച്ചു, ജയിലിൽ കിടപ്പുണ്ട്, പോലീസ് അവനെ നോട്ടപ്പുള്ളി ആക്കിയിട്ടുണ്ടൊന്നും കേൾക്കാൻ ഇടവരാതിരിക്കാൻ എത്ര അമ്മമാരാ ഇന്ന് എന്നോട് പറഞ്ഞത്? എൻ്റെ കൊച്ചു ജയിലിലാണെന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. എൻ്റെ കൊച്ചിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞവരുണ്ട്. ഇതിനകത്തുണ്ട് മക്കൾ ഓരോ കാര്യങ്ങൾ. അമ്മ സ്കൂളിൽ കുട്ടി സ്കൂളിൽ പോയപ്പോൾ എൻ്റെ മകൻ കിടക്കുന്ന റൂമും ബുക്കൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടി ആ ബുക്കൊക്കെ ഒന്ന് അടുക്കി വെച്ചപ്പോൾ അതിനകത്തൊരു പൊതി കിട്ടി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്തോ ഒരു പൊതി. ഇത് മനസ്സിലാകാത്തതുകൊണ്ട് അമ്മ വേറെ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് അവിടെയുള്ള ആ ചെറുപ്പക്കാരനോട് ചോദിച്ച്, മോനെ എൻ്റെ പിള്ളേരെ പഠിക്കുന്ന ബുക്ക് അടുക്കി വെച്ച് എൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടിയതാ, ഇതെന്തുവാ നോക്കിക്കുക. അവൻ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇത് കഞ്ചാവാണല്ലോ, ഇത് എവിടുന്ന് കിട്ടി? ആ അമ്മയുടെ മനസ്സ് തകർന്നു പോയി. പ്രാർത്ഥിക്കാൻ വന്ന വിഷയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കണം. അതിനുവേണ്ടി ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരിൽ ആരൊക്കെയോ ആണ് നമ്മളും. നമ്മളെപ്പോലെയുള്ളവർ, നമ്മളെപ്പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലപ്പോൾ എന്നെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ഈ അലറുന്നത്, ഈ ഒച്ച വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. നിങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ദൈവം സൃഷ്ടിച്ചവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. തെറ്റായൊരു ബന്ധത്തിൽ പോയി വീണു എന്ന് കേൾക്കാൻ ഇടയാകരുത്. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കല്യാണം ആലോചിക്കുകയാണ്. നല്ല കാര്യമല്ലേ? പക്ഷെ അവർ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്ത് ജീവിക്കുക. ഇത് അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ പെൺകുട്ടി പറയുവാണ്, ആ 4 പേരുടെ അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അപ്പനും അമ്മയും അവർ കല്യാണം ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവൾ കല്യാണം വേണ്ട എന്ന് പറയുകയാണ്. ഇതിനുവേണ്ടി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ മക്കൾ അങ്ങനെ ആവരുത്. ഞാനെല്ലാം തികഞ്ഞ ആളല്ല, ഞാൻ പെർഫെക്റ്റായി ഇവിടെ നിന്ന് പ്രസംഗിക്കുമല്ല, ഞാൻ എനിക്ക് വേണ്ടി കൂടി പ്രസംഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉചിതമായ സമയത്ത് വിവാഹം നടക്കണം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. നല്ല പദവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരണം. നല്ല നല്ല രാജ്യങ്ങളിൽ പറന്നു പോകണം. അതൊക്കെ നമ്മുടെ ചില സ്വപ്നങ്ങളാണ്, അല്ലയോ? ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണ്ടേ? നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എത്രയോ അമ്മമാർ പശുവിനെ വളർത്തിയും തൊഴിലുറപ്പിന് പോയും ശരീരത്തിൻ്റെ കളറൊക്കെ പോയി, കൈയെല്ലാം ആകെ പുല്ലു ചെത്തിയും പശുവിനെ വളർത്തിയൊക്കെ അങ്ങ് തഴമ്പ് വന്ന് കറുത്ത് കരിവാളിച്ച് കൈവെള്ളയും മുഖമൊക്കെ ഉള്ള വെയിലും ഈ മഴയും മഞ്ഞും ടെൻഷനും മുഖത്തൊക്കെ ഒരുപാട് പാടുകൾ. പണ്ടത്തെ ഭംഗിയൊന്നും പല അമ്മമാർക്കും ഇല്ല. മുഖത്തൊക്കെ പാടുകൾ. അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. ഓ, പാട് അവിടെ ഇരിക്കട്ടെ, എന്തു പാട്, അതിനേക്കാൾ ടെൻഷനാണ്. അവരവരുടെ മക്കൾക്ക് വേണ്ടി ഉരുകുന്നവരും നീറുന്നവരുമാണ്. ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ചിലർ പറയും, പിള്ളേരൊക്കെ ഇവിടെ നിൽക്കട്ടെ, പുറത്തു പോകണ്ട. പുറത്തു പോകാൻ മനസ്സിൽ ദൈവം ആഗ്രഹം കൊടുത്തവൻ പോട്ടെ.
അവരിലൂടെ നമ്മുടെ വീട് ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരട്ടെ. ആമേൻ. നല്ല വീടൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? നമ്മൾ വീട് വെക്കുന്ന കണ്ട് പലരും ചോദിക്കണം, ഇതെങ്ങനെയാ അവരാ വീട് വെച്ചത്? അപ്പോൾ പലരും മനസ്സിലാക്കാൻ ഇടവരണം, പ്രാർത്ഥിച്ചതും ദൈവത്തെ ആരാധിച്ചതൊന്നും നഷ്ടമായില്ലെന്ന് ഒരു സാക്ഷ്യമായിട്ട് മാറണം കേട്ടോ. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ വൈകിപ്പോയല്ലോ എന്നാരും പറയാൻ ഇടവരരുത്. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ വൈകിപ്പോയല്ലോ എന്നാരും പറയരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ നിഴലിനെ പോലും ദൈവം മാനിക്കും. കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പത്രോസ് ശ്ലീഹായുടെ ജീവിതമാണ് കണ്ടത്. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ശിമയോൻ പത്രോസിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായി, ദുഃഖം ഉണ്ടായി. എന്താണാവോ ഇത്രയും പ്രാവശ്യം ചോദിച്ചത്? ആ ശിമയോൻ പത്രോസ് ഉള്ളിൽ തട്ടി പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം. ആ ശിമയോൻ പത്രോസിനെ ദൈവം ഒന്നാമനാക്കി മാറ്റി. പ്രാർത്ഥിക്കുന്ന നിന്നെ ഇന്ന് ഏറ്റവും പിറകിക്കിടക്കുന്ന ഒരാളാണേലും പ്രാർത്ഥിക്കുന്ന നിന്നെ അനേകരുടെ മുമ്പിൽ, പള്ളിക്കാരുടെ മുമ്പിൽ, പഞ്ചായത്തിൽ, നാട്ടിൽ, ദേശത്ത്, വില്ലേജിൽ, ആ താലൂക്കിൽ ദൈവം നിന്നെ ഒന്നാമനാക്കും. നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ, നിന്റെ അപ്പൻ വീട്ടുകാരുടെ ഇടയിൽ, അമ്മ വീട്ടുകാരുടെ ഇടയിൽ ഉദയ സൂര്യനെ പോലെ നിന്നെ ദൈവം ഉയർത്തും. നിന്റെ നിഴലിനെ പോലും മാനിക്കാൻ ഇടവരും. അത്ഭുതമായി തോന്നി ഇതൊക്കെ വായിക്കുമ്പോ. ഒറ്റ ചോദ്യം നിനക്ക് പ്രാർത്ഥനയുണ്ടോന്നൊന്നും ചോദിച്ചില്ല. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു മാത്രമേ ചോദിച്ചുള്ളൂ. സ്നേഹിക്കുന്നവനെ ദൈവം ഇത്രയും അനുഗ്രഹിക്കുമോ? സ്നേഹിക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, അപ്പച്ചന്മാരോടും. നിങ്ങൾക്കൊക്കെ എന്നെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പറ്റുമ്പോഴൊക്കെ ഈ മണ്ണിൽ ചവിട്ടിപ്പോകുന്ന ഓരോ കാൽപാദങ്ങൾക്ക് വേണ്ടിയും ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആരും വിഷമിക്കുവോ പിണങ്ങോ ഒന്നും വേണ്ട കേട്ടോ. കാണാൻ പറ്റിയില്ലല്ലോ, മിണ്ടാൻ പറ്റിയില്ലല്ലോ, പ്രാർത്ഥന ചോദിക്കാൻ പറ്റിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഒരനുഗ്രഹവും വൈകി പോവുകയില്ല. നിനക്കുള്ള അനുഗ്രഹവും വൈകി പോവുകയില്ല. നീ ഓടിയതും നീ അധ്വാനിച്ചതും ക്യൂ നിന്നതും ഇവിടെ നിലത്തിരുന്നതും ഈ തണുപ്പടിച്ച് ഇവിടെ കിടന്നതും കട്ടിലില്ലാഞ്ഞിട്ട് നിലത്തു കിടന്നതും ഇങ്ങനെയൊക്കെ പല ടെൻഷൻ യാത്രയിൽ യാത്ര ചെയ്ത് വന്നതും തിരിച്ചുള്ള യാത്രയും നീ അധ്വാനിച്ചതും ഓടിയതും വ്യർത്ഥമാവുകയില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റും. നിനക്ക് അഭിമാനിക്കാൻ പറ്റും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ അധരങ്ങളെയും തുറന്ന് ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ്, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. അതുകൊണ്ട് ചേർന്ന് പറഞ്ഞേ, ഒന്നുമില്ലായ്മയിൽ പറഞ്ഞു നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. ഇതുപോലൊന്ന് പാടാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഒന്നുമില്ലായ്മയിൽ എല്ലാ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ, നന്ദിയാൽ പാടും ഞാൻ. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ
വാഴ്ത്താം. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരടയാളമായി ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ, അവരിലൂടെ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരാൻ ഭാഗ്യമുണ്ടാകട്ടെ. നല്ല വീടും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നന്മയുണ്ടാകട്ടെ. ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും.